വൈനില്ലാതെ എന്താഘോഷമല്ലേ? അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അഞ്ജന. കുറേ ദിവസങ്ങൾക്ക് ശേഷമായിട്ടോ ഞാൻ ഒരു വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ താരം വൈനാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് വൈൻ ഇടുന്നതെന്ന് ജസ്റ്റ് നമുക്ക് ഒന്ന് കണ്ടാലോ. ആദ്യം തന്നെ 2 കിലോ മുന്തിരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കിലോ പഞ്ചസാര, 2 ലിറ്റർ വെള്ളം. ഈ ഒരു മെഷർമെന്റിലാണ് നമ്മൾ വൈൻ ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പൊ 2 കിലോ മുന്തിരി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. വീണ്ടും കുറച്ച് മുന്തിരി ഇടുക, കുറച്ച് പഞ്ചസാര. ഞാൻ 5 ലിറ്ററിന്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത്യാവശ്യം ഈ സാധനങ്ങളൊക്കെ ഈ ഒരു ഇതിൽ തന്നെ കൊള്ളുമല്ലോ. പിന്നെ ആദ്യം ഞങ്ങൾക്ക് ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിട്ടോ, 2 കുക്കറിലാക്കേണ്ടി വരുമോന്ന്. കാരണം കുറച്ച് സാധനം ഇത് നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ അടുപ്പിൽ കൊണ്ട് വെക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ല ആ പ്രഷർ ഇങ്ങനെ വരുമ്പോൾ. പക്ഷെ ഭാഗ്യത്തിന് അത് കറക്റ്റ് കൊണ്ട് ഞങ്ങൾ എല്ലാ തവണയും വൈൻ ഇടാൻ വേണ്ടി മുന്തിരി മേടിക്കുക പാളയത്ത് പോയിട്ടാട്ടോ. നല്ല ഡാർക്ക് പഴുത്ത മുന്തിരി നോക്കി മേടിക്കും കേട്ടോ. അതാകുമ്പോൾ നല്ല കളർ ഉണ്ടാവും. പോരാത്തതിന് നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ടല്ലോ, അപ്പൊ ഡബിൾ കളർ ആയിരിക്കും കേട്ടോ. ഈ മുന്തിരിന്റെ വൈനിന് പ്രത്യേക കളർ കിട്ടാനുണ്ട്. ഏകദേശം നമ്മൾ കുക്കർ നിറയാനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ 2 കിലോ മുന്തിരിയും 1.5 കിലോ പഞ്ചസാരയും നമ്മൾ എടുത്തിട്ട് ഈ കുക്കർ ഫുള്ളായി വന്നിട്ടുണ്ട് ഏകദേശം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ലിറ്റർ അളന്ന് വെച്ച വെള്ളം ആട്ടോ ഒഴിക്കാൻ പോകുന്നത്. അപ്പൊ 2 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. അങ്ങനെ നമ്മൾ വെള്ളം മൊത്തം ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുക്കർ ഫുള്ളായിട്ടോ. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് അടുപ്പത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് വേവിച്ച് പുഴുങ്ങി സെറ്റാക്കി എടുക്കാനുണ്ട് കേട്ടോ. ഇപ്പൊ മുന്തിരിയൊക്കെ നല്ലോണം പൊന്തി മുകളിലെത്തി വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിന് പ്രഷർ ഇടാൻ പാടില്ല കേട്ടോ. അതേപോലെ തന്നെ ഫ്ലെയിം എപ്പോഴും മീഡിയം ടു സിമ്മിലാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ അവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും നന്നാവുക. കാരണം ഇത് പെട്ടെന്ന് തന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പുക വരാൻ തുടങ്ങും കേട്ടോ. ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ ഇറക്കി വെക്കാം. എന്നിട്ട് അത് തണങ്ങുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണേ. ഇനി നമ്മൾ താരങ്ങൾ പുറത്തേക്ക് ഇറക്കാൻ സമയമായിട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഇതിന് വേണ്ടത് കാതിരിപ്പൂ വേണം കേട്ടോ. അത്യാവശ്യം തോനെ കാതിരിപ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട സാധന ജംഗമ വസ്തുക്കൾ ഇതാണ്. ആദ്യം തന്നെ ജാതിക്ക, അത്യാവശ്യം ജാതിക്ക എടുത്തിട്ടുണ്ട്. കറക്റ്റ് അളവ് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല, അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവില്ല എത്ര ഉണ്ട്. പിന്നെ ഏലക്കായ്, അത്യാവശ്യം ഏലക്കായ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ പേര് തക്കോലാന്ന് തോന്നുന്നത് കേട്ടോ, ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനി എന്തെങ്കിലും ഇതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. എൻ്റെ ഒരു അറിവിൽ ഇത് തക്കോല ആണെന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. പിന്നെ ഇതിന് കുരുമുളക് പൊടി 2-3 എന്താ പറയാ മണി കുരുമുളക്, പിന്നെ പട്ട, അത്യാവശ്യം തോന പട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് ഇനി വേണ്ട സാധനം ഗ്രാമ്പൂ. പിന്നെ അത്യാവശ്യം ഗ്രാമ്പൂ വേണം. എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചില്ലേ. ഇതൊക്കെ ഇടണമെങ്കിൽ മെയിനായിട്ട് എന്ത് വേണം? ഇവിടെ ഭരണി വേണ്ടേ? ഇത് വെയിലത്ത് വെച്ച് കഴുകി ഉണക്കി വെയിലത്ത് വെച്ചിട്ട് നല്ല ഡ്രൈ ആക്കി എടുത്ത ഭരണിയാണ് കേട്ടോ. കാരണം ഒരു തുള്ളി വെള്ളം ഉണ്ടെങ്കിൽ ഇവിടെ വൈനെല്ലാം കൂടി പൂത്ത് ഒരു പരുവായി പോവും. അതുകൊണ്ട് നല്ല ഉണക്കി ഡ്രൈ ആക്കി എടുത്ത ഭരണിയിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച മുന്തിരി എടുത്ത് ഇനി ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ് കേട്ടോ. കണ്ടോ വേവിച്ച് വെച്ചതിൻ്റെ ആ കളർ, എന്താ കളർ! ഇപ്പൊ തന്നെ സത്യം പറഞ്ഞാൽ എടുത്ത് കുടിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ വെയിറ്റ് ചെയ്തെക്കാൻ പറ്റൂലല്ലോ മാഷേ. എന്തായാലും ഇതൊക്കെ നല്ലോണം ഇളക്കി സെറ്റ് ആക്കിയിട്ട് നമ്മൾ ഈ വൈന് മൊത്തം ഇനി ഇതിലേക്ക് പാരണം കേട്ടോ. വൈനല്ല, ഈ മുന്തിരി. ഭരണിയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു സാധനം കൂടി വേണം, ഈസ്റ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ഇനി നാളെ നമുക്ക് വേറൊരു സാധനം ഇതിൽ ചേർക്കാനുണ്ട്. വോയിസ് ഓവർ ഒക്കെ ഞാൻ ഈ വീഡിയോക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ സൂത്രധാരൻ രാവുലേട്ടനാണ് കേട്ടോ. എല്ലാ തവണയും രാവുലേട്ടനാണ് വൈനിടല്. ഇത്തവണ ഞാൻ അത് വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ആ വൈനിലേക്കുള്ള എല്ലാ സാധനവും സെറ്റായി അടച്ചു വെച്ച് അതിന്റെ മുകളിലൊരു പട്ട വെച്ചിട്ടുണ്ട്,
പട്ട വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ തുണിയിട്ട് കെട്ടിയിട്ട് മൂടി വെച്ചത് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം ആയി കഴിഞ്ഞാൽ നമ്മൾ അത് തുറന്നിട്ട് വീണ്ടും അതിൽ സൂചി ഗോതമ്പ് ഇതേപോലെ കിഴി കെട്ടിയിട്ട് ഇറക്കി വെക്കണം കേട്ടോ. നല്ല വൃത്തിയുള്ള ഒരു വെള്ള തുണിയിൽ വേണം കേട്ടോ നമ്മൾ ഈ കിഴി കെട്ടാനായിട്ട്. എന്നിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് അമർത്തി ഉള്ളോട്ടിട്ട് ഒന്നും കൂടി ഇളക്കി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ 21 ദിവസത്തിന് ശേഷം തുറക്കാൻ പോവുകയാണ് വൈന്. അടച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി 21 ദിവസത്തിന് ശേഷം നമ്മൾ തുറക്കും. അപ്പൊ ഇന്നത്തേക്ക് 21 ദിവസം ആയതിനു ശേഷം നമ്മൾ ഇത് തുറന്ന് നോക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ ഒന്ന് ഇത്തിരി കയ്യിലെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ലോണം കിക്കായിട്ടുണ്ട് കേട്ടോ വൈന്. സത്യം പറഞ്ഞാലേ 21 ദിവസമൊക്കെ ഈ വൈൻ ഇങ്ങനെ ഇട്ട് ക്ഷമയോടെ കാത്ത് നിന്നിട്ട് ഇത് പൊട്ടിക്കുമ്പോൾ ഒരു ഫീല് ഭയങ്കര തന്നെയാണ് കേട്ടോ. ഞാനിപ്പോ വീഡിയോക്ക് വേണ്ടി മാത്രം ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വൈൻ അരിച്ചെടുക്കുകയാണ് കേട്ടോ. ബാക്കി ഇനി മൊത്തം കുപ്പിയിലേക്ക് സെറ്റ് ആക്കണം. കാരണം ഇത്രയും വൈൻ അരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ ആദ്യം തന്നെ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് വൈന് കുറച്ച് അരിച്ചെടുക്കുന്നുണ്ട്. ഇത് അരിച്ചതിന് ശേഷം ഇനി ഒരു വെള്ള തുണിയിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് വീണ്ടും അരിച്ചെടുക്കാനുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ വീഡിയോക്ക് വേണ്ടിയിട്ട് കുറച്ച് വൈൻ അരിച്ചിങ്ങോട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ വൈനിന്റെ കളറൊക്കെ ഇപ്പൊ നിങ്ങൾ കണ്ടപ്പോൾ നല്ല കളറില്ലേ വൈനിന്. നമ്മൾ അങ്ങനെ വേവിച്ചെടുത്തതുകൊണ്ടാട്ടെ ഇത്രയും നല്ല ഡാർക്ക് കളറൊക്കെ വന്നിട്ട്. അപ്പൊ വൈൻ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ. പക്ഷെ ഒരു തവണ ഒന്ന് സിപ്പ് ചെയ്യുമ്പോഴേക്ക് തന്നെ ഉണ്ടല്ലോ നല്ല നമുക്ക് തലക്ക് പിടിക്കണ മാതിരി ഉണ്ട് കേട്ടോ. കാരണം ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ഒരു കിക്ക് മാതിരി എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ തവണയും വൈൻ ഇടുന്നതിനേക്കാളും കുറച്ച് ഡിഫറൻസ് ആയിട്ടാണ് ഇത്തവണ ഞങ്ങൾ വൈൻ ഇട്ട് നോക്കിയിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു ഹാപ്പി ക്രിസ്മസ്. ഇന്ന് കുറച്ച് ലേറ്റ് ആയി പോയി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരുപാട് മുന്നേ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. എന്നാലും പോട്ടെ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ടാറ്റ ബൈ ബൈ സി യു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ.